ഹലോ മക്കളെ, ഇത് ഞാൻ ഇന്നലെ ഒരു ഇവൻറ്റിന് പോയപ്പോഴത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ ഞാൻ ഒരു ഇവൻറ്റിന് പോയത് നമ്മുടെ ജയലക്ഷ്മിയുടെ ഒരു പ്രൈവറ്റ് ലോഞ്ച് പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെനിക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതാണ് റെഡ് കാർപ്പറ്റ് ഇവൻറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ന്യൂ ഇയറിന് വാങ്ങിച്ച ഡ്രസ്സാണ്. ഈ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞാൻ പോയത്. പോയപ്പോൾ പരിപാടി മക്കളെ ഭയങ്കര ഗ്രാൻഡ്, അതായത് 3 lakhs സ്ക്വയർ ഫീറ്റിൽ പണിതിട്ടുള്ള നമ്മുടെ പുതിയ ജയലക്ഷ്മി കൊച്ചി പാലാരിവട്ടം ബൈപ്പാസ് ജംഗ്ഷനിലുള്ള എനിക്കെന്തോ ഭയങ്കര എന്താ പറയുക പ്രൗഡൊക്കെ ആയിട്ട് തോന്നിയെന്ന് വേണമെങ്കിൽ പറയാം. സംഭവം അവിടെ കുറേ പേര് ഇൻവൈറ്റഡ് ആയിരുന്നു, പക്ഷെ അതൊരു പ്രൈവറ്റ് പാർട്ടി ആയിരുന്നു. പബ്ലിക്കിന് ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നില്ല ആ ടൈമിൽ. സോ എനിക്കതൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആങ്കറിങ് നമ്മുടെ രഞ്ജിനി ഹരിദാസൊക്കെ ആയിരുന്നു. ഈ രഞ്ജിനി ഹരിദാസിനൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗിൾ ആങ്കറിങ്ങിനൊക്കെയാണ്. എനിക്കെന്തോ ആളുടെ വോയിസിലൊക്കെ ഭയങ്കര ഒരു മാജിക് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എന്തൊരു സ്പോണ്ടേനിയസ് ആയിട്ട് നിർത്താതെ കണ്ടിന്യൂസ്ലി ഒക്കെ സംസാരിക്കാൻ പറ്റുന്നത് ഭയങ്കര കഴിവില്ല. അത് ഇത്രയും വലിയ സ്റ്റേജും ക്രൗഡും അത്രയും സെലിബ്രിറ്റീസൊക്കെ ഇരിക്കുമ്പോൾ. പിന്നെ ഇത് അവരുടെ ഒരു കുഞ്ഞ് ഫാഷൻ ഷോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനടുത്തവർക്ക് സ്റ്റാർട്ടേഴ്സ് ഉണ്ടായിരുന്നു. അടിപൊളി ഫുഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഫുഡ്. പിന്നെ ഫുഡിന് പിന്നെ നമുക്ക് പറയേണ്ടത് അവിടെ ഈവൻറ്റിന് ജോബ് കുര്യനൊക്കെ പാടാൻ വന്നിരുന്നു. അപ്പോൾ ജോബ് കുര്യൻ ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ്. സോ അങ്ങനെ കുറച്ച് നേരം അങ്ങനെ പാട്ടൊക്കെ കേട്ട് സ്റ്റാർട്ടേഴ്സൊക്കെ കഴിച്ച്. അപ്പോൾ ഡിന്നർ ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പോൾ ഡിന്നർ എവിടെയാണെന്നുള്ള കൺഫ്യൂഷൻ. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പോയത്. ഒറ്റയ്ക്ക് വളരെ മടിയാണ്. ഞാൻ എൻ്റെ ഫ്രണ്ടിനെയും കൊണ്ടാണ് പോയത്. പിന്നെ അവിടുത്തെ വീഡിയോസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ അവിടെ പോയിട്ട് പ്രത്യേകിച്ച് കുറച്ച് ഫോട്ടോസ് മാത്രമേ എടുത്തുള്ളൂ. സത്യം പറയാമെന്ന് വെച്ചാൽ ഇപ്പോഴും ഇങ്ങനെയൊക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ചമ്മലും എന്തൊക്കെയോ ആണ്. അതെനിക്കറിയത്തില്ല കേട്ടോ. മേ ബി അവിടെയൊക്കെ അത്യാവശ്യം വലിയ ഇൻഫ്ലുവൻസേഴ്സൊക്കെയാണ് നമ്മളെപ്പോഴും യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ കാണുന്ന. പിന്നെ കുറേ സിനിമ നടന്മാർ അങ്ങനെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഷോട്ടൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിന് വേണ്ടി എടുത്ത ഷോട്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അതിങ്ങനെ ഇരിക്കുന്നത്. പിന്നെ അവസാനം നമ്മൾ ഡിന്നർ എവിടെയാണെന്ന് കണ്ടുപിടിച്ചു. ഡിന്നറിൻ്റെ അതാണ് കണ്ട റെഡ് കളർ സംഭവമില്ലേ, അതായിരുന്നു ഡിന്നറിൻ്റെ സെറ്റപ്പ്. എൻ്റെ പൊന്നളിയ കോക്ടെയിൽ പാർട്ടിയും ഫുഡും ഒക്കെ പാരഗണ്ടേ ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. പക്ഷെ ഞാൻ കുറേ നാളായിട്ട് കുറച്ച് ദിവസം ന്യൂ ഇയറിനൊക്കെ ആയിട്ട് ഞാൻ ഇച്ചിരി അധികം തടി വെച്ചായിരുന്നു. അപ്പോൾ ആ തടി കുറയ്ക്കാനുള്ള ഒരു തത്രപ്പാടിൽ ഞാൻ ഒരു 2 weeks ആയിട്ട് ഡിന്നർ കഴിക്കൽ കുറവാണ്. അതുകൊണ്ട് എനിക്കതൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ പണ്ടത്തെ എന്നെ ഞാൻ മിസ് ചെയ്യുന്നു. ആ പണ്ടത്തെ ഞാനായിരുന്നെങ്കിൽ ഞാൻ ദൂരം കഴിച്ചു കൂട്ടിയാനെ. ഫുഡിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഈ ഒരു വീഡിയോ ബാക്ക്ഗ്രൗണ്ട് റണ്ണാവുന്നത് അവരുടെ ഇവൻറ്റ്സും പരിപാടികളൊക്കെ ആയിട്ടായിരുന്നു. പിന്നെ ഈ ഒരു പരിപാടിയിലെ മെയിൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഷോക്കിംഗ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോ സ്റ്റോപ്പറായിട്ടുണ്ടായിരുന്നു നമ്മുടെ മമത മോഹൻദാസ് ആയിരുന്നു. ഇതായിരുന്നു കേട്ടോ മോളിലത്തെ മറ്റേ കോക്ടെയിൽ പാർട്ടിയും ഡിന്നറൊക്കെ ഉണ്ടായിരുന്ന സ്ഥലം. ഫുള്ള് സെറ്റപ്പ്, അതായത് നല്ലൊരു ലക്ഷറി വൈബായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇതിൻ്റെ പ്രൈവറ്റ് ലോഞ്ചിന് പോകുന്നത്. സോ ഐ വാസ് വെരി ഹാപ്പി. പിന്നെ ഇവരൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് ആട്ടോ. കുറേ പേരുണ്ടായിരുന്നു. അമൃത, മറ്റേ അപർണ തോമസ്, അതേപോലെ എലിസബത്ത്, പിന്നെ കുറേ ഫിലിം സ്റ്റാർസ്, മീനാക്ഷി, അങ്ങനെ അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. പിന്നെ എനിക്കെപ്പോഴും ഇതൊക്കെ ലൈഫിലൊരു എന്താ പറയുക, ഞാൻ എന്തോ കാലത്ത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള കാര്യം. ഞാൻ ഒരിക്കലും എൻ്റെ കുട്ടിക്കാലത്ത് എനിക്കിതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ എൻ്റെ മനസ്സാ വാചാ കർമ്മണ വിചാരിച്ചിട്ടില്ല. ചിലർ പറയത്തില്ലേ ചെറുപ്പത്തിലായിരുന്നപ്പോൾ എങ്ങനത്തെ ലൈഫായിരുന്നു ജീവിക്കേണ്ട ആഗ്രഹം എന്നുണ്ടായിരുന്നത്. എൻ്റെ ചെറുപ്പത്തിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഡ്രീംസ് ഒന്നും ഉണ്ടായിരുന്നു. ഡ്രീംസ് എന്ന് പറഞ്ഞാൽ എനിക്ക് കാശുണ്ടാക്കണം, കളിയൊക്കെ മുന്നിലേക്ക് നിൽക്കണം, അങ്ങനെ ഒരു ഫീൽ എന്നല്ലാതെ എനിക്കതെ കൊണ്ടൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒന്നും പറ്റിയിട്ടില്ല. ഇപ്പോഴും ഞാൻ പറഞ്ഞ മാതിരി ലൈഫിൻ്റെ പറ്റിയ ആ പോയിന്റിലൊന്നും ഞാൻ എത്തിയിട്ടില്ല. ബട്ട് സ്റ്റിൽ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. ലൈക്ക് ഈ ലൈഫ് എനിക്ക് ഇവിടെ ജീവിക്കാൻ ഇങ്ങനെയൊക്കെ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾക്കും ഞാൻ എന്നെ ഒരു എന്താ പറയുക ഒരു മോട്ടിവേഷണലായിട്ടാണ് കേട്ടോ ഞാൻ വന്നത്. ഐ കെയിം ഫ്രം നോവ്, അങ്ങനെ തന്നെ പറയാം. ഒരു ബേസോ അതുപോലെ പാരൻസിൻ്റെ സപ്പോർട്ടോ അങ്ങനെ ഒന്നുമില്ലാതെ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഇപ്പം ലൈഫിൽ വലുതായെന്നല്ല, പക്ഷെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക അതിതാണ് ലൈക്ക് നിങ്ങൾക്കും പറ്റും. സിമ്പിളാണ്. പക്ഷേ ഈ ഡെഡിക്കേഷനും പിന്നെ ഡെഡിക്കേഷൻ്റെ കൂടെ എനിക്ക് ഭയങ്കര എന്താ പറയുക യൂസ്ഫുള്ളായിട്ട് തോന്നിയത് മാനിഫെസ്റ്റിംഗ് ആട്ടോ. മാനിഫെസ്റ്റ് ചെയ്താൽ മതി. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ മമിതനൊക്കെ നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആൻഡ് ഷീ ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ. എന്താ പറയുക നമ്മൾ സിനിമയിലൊക്കെ കണ്ട പോലെ തന്നെ. എനിവേ അപ്പം ഞാൻ പറഞ്ഞു വന്നത് മാനിഫെസ്റ്റ് ചെയ്യുക. എല്ലാ ദിവസവും നിങ്ങൾ വീടിൻ്റെ പുറത്തൊക്കെ ഇറങ്ങി നിന്നിട്ട് ചെടികളോടും പ്രകൃതിയോടും ആകാശത്തോടും കിളികളോടും ഒക്കെ ഇങ്ങനെ സംസാരിക്കാൻ എന്നെക്കൊണ്ട് പറ്റും. ഇന്നേ ദിവസം ഇത്രയും ദിവസത്തിനുള്ളിൽ ഞാൻ അങ്ങനെ